നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. സിമ്പിൾ സ്റ്റെപ്സാണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത്. നമ്മളിതെല്ലാം മൊത്തം സിമ്പിൾ സ്റ്റെപ്സ് ഇടാമെന്ന് വിചാരിച്ചു. സിമ്പിൾ സ്റ്റെപ്സാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതല്ല, അത്രയേ ഉള്ളൂ. ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്സ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി സ്റ്റെപ്സ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആയിരുന്നു, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയില്ലേ? ഇന്ന് അങ്ങനത്തെ സിമ്പിൾ സ്റ്റെപ്സ് തന്നെയാണ് എടുക്കുന്നത്. എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യത്തിലാണ്. നമുക്ക് ശരി, ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. സിമ്പിൾ സ്റ്റെപ്പാണ്. അതായത് 1 2 3 4 5 6 7 ആദ്യം നമ്മൾ വലുത് കുറച്ച് ദൂരെ വെച്ചു. 1 2 ഇവിടെ കൊണ്ട് വെച്ചു. 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി നമ്മൾ ഇടത്തോട്ടാണ് ഇരിക്കുന്നത്. 1 കണ്ടോ, പൊക്കൊന്നും വേണ്ട, വെറുതെ 1 2 പതിച്ച് വെച്ചാൽ മതി. 3 4 പിന്നെ 5 6 7 8. ഇനി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എടുക്കും. 1 2 3 4 5 6 7 8. നമ്മൾ ഇടത് കാലാണ്. 1 2 3 4 5 6 7 8. മനസ്സിലായോ? ചെയ്ത് നോക്കാല്ലേ നമുക്ക്? ശരി, ചെയ്തോളൂ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അടുത്ത ലെഫ്റ്റിലോട്ടാണ്. 1 2 3 4 5 6 7 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായില്ലേ? നമുക്കിതിന്റെ കൈ കൂടെ പറഞ്ഞു. നന്നായിട്ട് മനസ്സിലായി. നമുക്കിനി കൈ എടുക്കും. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8. ഇനി നമ്മൾ രണ്ട് കൈയാണ്. 1 2 3 4 ഒരു കൈ 5 6 7 8. ഇതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് നമ്മൾ ചെയ്യുന്നു. 1 2 3 4 5 6 7 8. നമ്മൾ തിരിച്ചിങ്ങോട്ടാണ്. 1 2 3 4 5 6 7 8. ഇങ്ങനെ ചെയ്യുമ്പോൾ 1 2 3 4 തന്നെയാണ് കേട്ടോ. അവിടെ ചെയ്തതുപോലെ തന്നെ വിളിച്ചത്. അപ്പൊ നമ്മളിവിടെ 1 2 3 4 5 6 7 8. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ 1 2 3 4 5 6 7. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് 1 2 3 4. ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു ചെയ്യുമ്പോൾ 1 2 3 4. ഈ കാരണം നമ്മൾ ഇങ്ങോട്ട് ആദ്യം റൈറ്റിലോട്ട് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഇറങ്ങി. അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാമല്ലോ? ശരി. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. നന്നായിട്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. അത് സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ്. 1 2 3 4. പിന്നെ നോക്കാം. സിമ്പിൾ ആണ്. 1 2 3 4 5 6 7 8 നമ്മൾ തിരിഞ്ഞുവിടാം. അപ്പൊ നമ്മൾ 1 2 3 4 ചവിട്ടിന് 5 6 7 8. കണ്ടോ? അപ്പൊ 7 8 വരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിൽക്കുവാണ് ഇങ്ങോട്ട്. മനസ്സിലായല്ലോ?
ഇനി ഇതിന്റെ ബാക്കി നമ്മൾ ക്രോസ് ചെയ്ത് അപ്പൊ 1 2 3 ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നില്ല, മനസ്സിലായില്ല? നമ്മൾ തിരിഞ്ഞ് തന്നെ ക്രോസ് ചെയ്ത് നമ്മൾ തമ്മിൽ എല്ലാവരും കൂടെ പോകണം. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 എല്ലാവരും കൂടെ കൈ ഓർത്ത് പിടിച്ചിന്. 5 6 7 8 കണ്ടോ? ഇനി ഇങ്ങനെ തന്നെ പോകണം. നമ്മൾ 1 2 3 4 5 6 ക്രോസ് ചെയ്ത് പോകണം. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിലായി? സംശയമൊന്നുമില്ലല്ലോ. ശരി, നമുക്ക് ചെയ്ത് നോക്കാം. പഠിച്ചുള്ള സ്റ്റെപ്പാണ് ഇല്ല, നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഈ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ സംഭവം. അപ്പൊ നമ്മൾ പക്ഷെ അത് പോയിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ തിരിഞ്ഞു നിൽക്കണം. അത്രയുള്ളൂ. അത് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. അത്രയുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ക്രോസ് ചെയ്ത് പോകുന്നു ഒരാൾ അതും അറിയാവുന്ന സ്റ്റെപ്പാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒന്ന് നോക്കാം നമുക്ക്. ഒന്നുകൂടെ സ്റ്റെപ്പാണ്. 1 2 3 4 5 6 7 8 അതിന് ക്രോസ് ചെയ്തു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 ആ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഭയങ്കര ചെയ്യേണ്ടതാ. 1 2 3 4 അങ്ങനെ നമ്മൾ ചെയ്തത് അങ്ങനെ ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട് 1 2 3 4 5 6 7 8 ഇനി ക്രോസ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിൽക്കും പിടിച്ചല്ലോ. ആ സ്റ്റെപ്പ് ചവിട്ടി നോക്കാം. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 ഇനി 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നമ്മൾ ഈ സ്റ്റെപ്പ് പറ്റിയ സംശയം കാണുമായിരിക്കും അല്ലേ? തിരുവാതിരയെ പറ്റിയ സംശയം. കൈ പൊക്കി കൈ അങ്ങനെ കൈ അത്രയും പൊക്കി എടുക്കാൻ പാടില്ല എന്നതാണ് എന്റെ അറിവ്. അതായത് നമ്മുടെ ഈ ഷോൾഡറിന്റെ അവിടെ വരെ വരാൻ പാടുള്ളൂ. പിന്നെ കൈ മുട്ടിച്ച് വെക്കണം. കുറച്ച് ദൂരം വെച്ചാൽ കൈ കാണുള്ളൂ. ഈ കൈ കാണണം എന്ന് വെച്ചാൽ കൈ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് കാണണം അല്ലെ? നമ്മൾ ഇങ്ങനെ വെച്ചാൽ കാണുമോ കൈ? അപ്പൊ ഇങ്ങനെ വെച്ചാൽ കൈ കാണില്ല അല്ലെ? അസൽ ഇങ്ങനെ വെച്ചാൽ കാണാം കൈ. പിന്നെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. നമ്മൾ ചെറുതായിട്ടൊന്നും ചെറിയ ഇങ്ങനെ ചെരിയണ്ട, ഇങ്ങനെ വളയണ്ട, ചെറുതായിട്ട് ചെരിഞ്ഞാലൊരു ഭംഗിയുണ്ടോ? അസൽ ഇങ്ങനെ ചെയ്ത ഭംഗിയുണ്ടോ? ഉണ്ടോ? അസൽ നമ്മൾ ഇങ്ങനെ ചെയ്ത ചെറിയൊരു ഭംഗി വരും അല്ലേ? അങ്ങനെ ഒരിക്കലും തലയുടെ മുകളിൽ കൈ വെക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി അറിയില്ല കൈ ഇങ്ങനെ വെച്ച് അതാണ് അതൊക്കെ പിന്നെ കേരള നിലത്തിൽ മോഹിനിയാട്ടത്തിൽ വേണമെന്നല്ലേ അല്ലേ? അതൊന്നും ആവശ്യമില്ല. അതൊക്കെ മുദ്രയെ കാണിക്കാൻ പാടില്ലല്ലോ. തിരുവാതിരയ്ക്ക് മുദ്രകളേ ഇല്ല. നമ്മുടെ കൈ പത്തി മാത്രം ഉപയോഗിക്കുന്ന കൈ നമുക്ക് ഇങ്ങനെ തൊഴാം. പക്ഷെ ഇതൊന്നും അതും ഞാനും പഠിച്ചിട്ടില്ല അങ്ങനെ. ഇനി അങ്ങനെയൊന്നും അറിയില്ല. അതാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യുന്നു. എന്നാ പിന്നെ ഇതുകൂടെ ചെയ്തിട്ട് മോഹിനിയാട്ടം ഫുള്ള് ചെയ്യാലോ. കൈ ഇങ്ങനെ വെക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ വെക്കുന്നുണ്ട്. എനിക്കറിയില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെങ്ങനെയാ തൊഴാം? അമ്പലത്തിൽ നമ്മൾ പോയി തൊഴുന്നത് എങ്ങനെയാ തൊഴണത്? ഇങ്ങനെ തൊഴുവോ? ഇങ്ങനെ തൊഴുന്നത് അതൊരു അല്ലേ? എനിക്കറിയില്ല കേട്ടോ. എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. പിന്നെ എനിക്ക് സംശയമുള്ളത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. പിന്നെ ബുക്സുകളൊക്കെ റെഫർ ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് കളി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പാട്ടിനെല്ലാം ഞാൻ പ്രസക്തി കൊടുക്കുന്നത് കൂടുതലും ഡാൻസിനാണ്, ആ ചുവട് വയ്പ്പിനാണ് കൊടുക്കുന്നത്. പിന്നെ പാട്ട് ഞാൻ പാടുന്നത് ഇന്ന പാട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല പാട്ട് സെലക്ട് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ എത്രയോ സ്റ്റെപ്സുകൾ എത്രയോ ചെയ്തു അല്ലെ തിരുവാതിര. ആ തിരുവാതിരയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് അതിന് താളത്തിൽ ചേർന്ന പാട്ട് കൂടി എല്ലാവർക്കും എടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നല്ല സതുദ്ദേശത്തോടുകൂടി ആയിരിക്കാം ആ സഹോദരി നമ്മൾക്ക് ചോദിച്ചത്. ഇതൊക്കെയാണ് എൻ്റെ മറുപടി. ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ കുറച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എന്താ ബോഡി ലാംഗ്വേജ് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. സാധാരണ ബോഡി ലാംഗ്വേജ് നമ്മൾ ഇതൊക്കെ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ തിരുവാതിര നമുക്ക് തിരുവാതിര തന്നെ ചെയ്യണം. അത് മോഹിനിയാട്ടത്തിലോ അല്ലെങ്കിൽ അതിനെ ക്ലാസ് കണ്ടല്ലോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ വരുന്നുണ്ട്. കമൻറ്റിന് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഇത് കണ്ടിട്ട് ഇപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ ആ കണ്ടത് കമൻറ്റ്. നമുക്കത് ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടതിന് എല്ലാവർക്കും നന്ദി.